ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഒരുപാട് പേരെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ കൈകളിലെ വല്ലാത്ത ഒരു കറുപ്പ്. അപ്പോൾ ഇതിനുള്ള ഒരു പരിഹാരമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ആദ്യമായി ചാനലിൽ എത്തിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ പെട്ടെന്നൊരു കല്യാണത്തിനോ അല്ലെങ്കിൽ എന്തൊരു ഫംഗ്ഷനൊക്കെ പോകാൻ റെഡിയാകുമ്പോഴായിരിക്കും നമ്മുടെ മുഖം, എല്ലാവരും ഇപ്പോൾ വെളുത്തിട്ടാണ് എന്നല്ല, നമ്മൾ കറുത്തിട്ടായാലും അതിനും നല്ല ഭംഗിയുണ്ട്. പക്ഷേ നമ്മുടെ മുഖത്തെ കാട്ടിയും വല്ലാത്ത കളറായിരിക്കും നമ്മുടെ കൈകൾക്ക്. അപ്പം നമ്മൾ പ്രത്യേകിച്ചും ലേഡീസ് ആണെങ്കിൽ ഒരുപാട് നേരം അടുക്കളയിലൊക്കെ തീയും, ഇപ്പം എല്ലാവർക്കും ഗ്യാസ് സ്റ്റൗവൊക്കെ ഉണ്ടെങ്കിൽ പോലും തീയും അടിച്ച് പിന്നെ പുറത്തൊക്കെ പോകുമ്പോൾ വെയിലൊക്കെ കൊണ്ട് വല്ലാതെ ഒരു ഡൾനെസ് ആയിരിക്കും. നമ്മളൊരു കല്യാണത്തിനോ പാർട്ടിക്കോ ഒക്കെ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നല്ല നല്ല വളകളൊക്കെ ഇടാൻ നോക്കുമ്പോഴായിരിക്കും നമ്മുടെ കൈക്കൊരു ഭംഗിക്കുറവ്. പക്ഷെ മുഖം എല്ലാവരും എല്ലാ സ്ക്രബ്ബറൊക്കെ യൂസ് ചെയ്ത് നല്ല സുന്ദരിയായിട്ടിരിക്കും. കൈകൾ കണ്ടാൽ നമുക്ക് തന്നെ നമ്മുടെ കൈ ഒരു നാണക്കേട്. ഇനി നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ലാതെ കൈയും കൂടി നമുക്കൊന്ന് വെളുപ്പിച്ചിട്ട് പോകാൻ പറ്റിയിട്ടുള്ള, അല്ലെങ്കിൽ ഒന്ന് സ്മൂത്ത് ആക്കിയിട്ട് പോകാൻ പറ്റിയിട്ടുള്ളൊരു പാക്കാണിത്. ആദ്യം ഞാൻ എടുത്തത് 1 ടീസ്പൂൺ കോഫി പൗഡർ, അതിനുശേഷം 1 ടീസ്പൂൺ പഞ്ചസാര. പക്ഷേ പഞ്ചസാര ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ വലിയ വലിയ തരികൾ കൊണ്ട് നമുക്കിങ്ങനെ ചില ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് ഞാനിവിടെ പഞ്ചസാര ഒന്ന് പൊടിച്ചാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിനുശേഷം എടുത്തിട്ടുള്ളത് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ. നമ്മൾ കറികൾക്കൊക്കെ ഉപയോഗിക്കുന്ന അതേ വെളിച്ചെണ്ണ തന്നെയാണ് ഞാൻ എടുത്തത്. അതിനുശേഷം പിന്നീട് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ഒരു ചെറിയ മുറി നാരങ്ങ നീര്, അധികം കറുപ്പ് അല്ലെങ്കിൽ റാഷസ് ആയിട്ടിരിക്കുന്ന കൈകളാണെങ്കിൽ നാരങ്ങ നീര് ഉപയോഗിക്കാം. ഞാനിതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് എൻ്റെ കൈയൊക്കെ നല്ല സ്മൂത്തായിട്ട് തന്നെ ഇരിക്കുന്നത് കൊണ്ട് ഇപ്പം ഞാൻ നാരങ്ങ നീര് ഉപയോഗിക്കുന്നില്ല. നാരങ്ങ നീര് ആവശ്യമില്ലാത്തവർക്ക് കുറച്ച് ഗുലാബ് ജൽ അല്ലെങ്കിൽ റോസ് വാട്ടർ ഉപയോഗിച്ചാൽ മതി. ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്യാം. ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഒരുപാട് അങ്ങ് ലൂസായിട്ടിരിക്കരുത്. അഥവാ ലൂസായിട്ട് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ കോഫി പൗഡർ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ടിയായിട്ടെടുക്കണം. നമ്മളിതുപോലെ തേച്ച് കൊടുക്കുമ്പോൾ ഒരു ക്രീം പോലെ ഇരിക്കുന്ന ആ രീതിയിലൊന്ന് കട്ടിയായിട്ടുള്ളതായിരിക്കണം. അപ്പോൾ ഇത് നമ്മൾ ഡയറക്റ്റ് അങ്ങ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പിട്ട് നമ്മുടെ കൈകൾ അതിന് മുമ്പേ ഒന്ന് വൃത്തിയാക്കണം. അതിന് ഇതുപോലെ എന്തെങ്കിലും നമ്മൾ കൈ വൃത്തിയാക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സ്ക്രബ്ബർ എടുക്കുക. അതിനുശേഷം അതിലേക്ക് എന്തെങ്കിലും ഒരു ബോഡി വാഷോ അല്ലെങ്കിൽ ഒരു അല്പം ഷാമ്പൂ, ഏത് ഷാമ്പൂ ആയാലും മതി, കുറച്ച് ഷാമ്പൂ തേച്ചിട്ട് അതിന് മുമ്പേ കൈ ഒന്ന് നനച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഒരു 1-2 മിനിറ്റ് ഇതുപോലെ ഒന്ന് കഴുകുക. ഇതുപോലെ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത്, ചൂടുവെള്ളമൊന്നും വേണ്ട, നോർമൽ വാട്ടർ മതി. ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കഴുകിയെടുക്കാം. ഇനി ഒരുപാട് കറുപ്പ് വല്ലാണ്ട ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒരല്പം സോഡാപ്പൊടിയും കൂടെ ഇതിനകത്തേക്ക് ചേർക്കുന്നതിൽ തെറ്റില്ല. അങ്ങനെയും ഉപയോഗിക്കാം. ഇപ്പം ഞാൻ ഒരുവിധം വൃത്തിയായിട്ടൊക്കെ വെച്ചേക്കുന്നത് കൊണ്ട്, അതായത് സ്ഥിരമായിട്ട് വല്ലപ്പോഴുമെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാറുള്ളത് കൊണ്ട് കയ്യിൽ വലിയ പാടുകളൊന്നുമില്ല. അല്ലെങ്കിൽ നമുക്ക് ഒരു ചെറിയതായിട്ട് ചെറിയ അളവിൽ സോഡാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം സാധാരണ വെള്ളത്തിൽ നമുക്ക് കഴുകിയെടുക്കാം. കഴുകിയെടുത്തതിന് ശേഷമാണ് നമ്മുടെ പാക്ക് അപ്ലൈ ചെയ്യേണ്ടുന്നത്. ഇപ്പോൾ കുറച്ച് ഷാമ്പൂ ഉപയോഗിച്ച് കഴുകിയിട്ട് വരുമ്പം തന്നെ നല്ല ഒരു കളർ വ്യത്യാസം ഇപ്പോൾ കാണിച്ചു തരാം. നമ്മൾ നേരത്തെ കണ്ടതിനെ കാട്ടി ഷാമ്പൂ ഇട്ട് കഴുകി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുടച്ച് ആ വെള്ളമയം ഒന്ന് മാറ്റിയതിന് ശേഷം വേണം നമ്മുടെ ഈ പാക്ക് അപ്ലൈ ചെയ്യാൻ. ഇനി നമുക്ക് പാക്ക് അപ്ലൈ ചെയ്യാം. കൈ കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ബ്രഷൊക്കെ ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ അതുപോലെ ഈ കൈ മടക്കിനൊക്കെ വരുന്ന താഴെ കൈയിൻ്റെ മുട്ടിനുള്ള കറുപ്പ്, കൈയിൻ്റെ ഈ മടക്കിനുള്ള ആ കറുപ്പ്, ഇതിനൊക്കെ സ്ഥിരമായിട്ട് അപ്ലൈ ചെയ്ത് അതെല്ലാം പൂർണ്ണമായും മാറുന്നതാണ്. ഇതേ രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കുറച്ച് കട്ടിയായിട്ടുള്ളതാണ്. അപ്പോൾ പഞ്ചസാര ചേർത്തത് കൊണ്ട് തന്നെ കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് ഇരിക്കുമ്പോൾ ഒരു കട്ടിയായിട്ട് വരും. ഇത് നമ്മൾ ഇതേപോലെ കൈയുടെ അടിവശവും മുകൾ വശവും മുട്ടിൻ്റെ മടക്ക് ഭാഗവും എല്ലാം നല്ല രീതിയിൽ നമുക്ക് വേണ്ടി, നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചിലവഴിക്കുന്നു. പക്ഷേ ഇതുപോലെ കൈയൊക്കെ ഒന്ന് നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് മാത്രം ചിലവാക്കിയാൽ മതിയാകും. ഇതുപോലെ നമ്മൾ വിരലുകൾ വരെ നന്നായിട്ട് അങ്ങ് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ശേഷം ഒരു 5 അല്ലെങ്കിൽ മാക്സിമം ഒരു 10 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഉണങ്ങാൻ വിട്ടേക്കുക. അതിനുശേഷം അതിൻ്റെ അകത്ത് തടവാനോ ഒന്നും വേണ്ട. ഒരു 5 മുതൽ 10 മിനിറ്റിനകത്ത് നല്ല രീതിയിലൊന്ന് ഉണങ്ങാൻ കൊടുക്കുക.
അപ്പോൾ നമ്മൾ തേച്ച് വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ്, മാക്സിമം 10 മിനിറ്റ് മതി. ഇനി സമയമില്ലെങ്കിൽ 5 മിനിറ്റ് കഴിഞ്ഞിട്ടായാലും നമുക്കിത് കഴുകിക്കളയാം. അപ്പോൾ 5 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേന് വല്ലാണ്ട് ഒരു വലിച്ചിൽ ആ പഞ്ചസാരയൊക്കെ ഒന്ന് പിടിച്ച് മുറുക്കുന്നതായിട്ട് തോന്നും. ഇത് നമ്മുടെ സ്കിന്നൊന്ന് ടൈറ്റൻ ചെയ്യാനും വളരെ നല്ലതാണ്. 5 മിനിറ്റിനൊക്കെ ശേഷം നമുക്ക് ഇതേ രീതിയിലൊന്ന് ഉരച്ച് കൊടുത്ത് കഴുകിക്കളയാം. അപ്പോൾ നമ്മളിങ്ങനെ സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ ആ പഞ്ചസാര ഇങ്ങനെ അലിഞ്ഞ് ആദ്യം നമ്മുടെ കൈ ഇങ്ങനെ ടൈറ്റായിട്ടിരിക്കും. അതിനുശേഷം ഒന്ന് ലൂസായി വരും. അപ്പം നമ്മുടെ കൈ ഒന്ന് നനവൊന്നും കൊടുക്കണ്ട, അല്ലാതെ തന്നെ പഞ്ചസാരയുടെ ഓട്ടോമാറ്റിക്കായിട്ട് അതിനകത്തെ നനവ് കൊണ്ട് അതിങ്ങനെ കൈ ലൂസായി വരും. അതിനനുസരിച്ച് നമ്മളിങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കണം. ഒരു 5 മിനിറ്റ് എങ്കിലും നമ്മളിതിങ്ങനെ ഉരച്ച് കഴുകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണം. അപ്പോൾ കോഫി സ്കിൻ വൈറ്റനിങ് ചെയ്യാൻ വളരെ നല്ലതാണ്. അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഇൻഫ്ലമൻ്ററി പ്രോപ്പർട്ടീസ് ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യാൻ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ പഞ്ചസാര സ്കിൻ സോഫ്റ്റ് ആക്കാൻ, അതുപോലെ മുഖത്തെ അടയാളം മാറാൻ ഇതിനു മുമ്പ് ഞാൻ പഞ്ചസാരയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതുകൂടി ഒന്ന് കാണണം. പഞ്ചസാരയിൽ അടങ്ങിയിരിക്കുന്ന ഗ്ലൈക്കോളിക് ആസിഡ് ഡെഡ് സെല്ലിനെ നീക്കം ചെയ്ത് ചർമ്മത്തിന് നല്ല നിറം കിട്ടാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെയാണ് വെളിച്ചെണ്ണയുടെ ആരോഗ്യകരമായ ചർമ്മത്തിന് നല്ലതാണ് വെളിച്ചെണ്ണ. നമ്മൾ കുളിക്കൊക്കെ ശേഷം ഒരല്പം വെളിച്ചെണ്ണ എടുത്ത് ആ ചെറിയ നനവോടെ തന്നെ കയ്യിലൊന്ന് തേച്ച് കൊടുക്കുന്നത് സ്കിന്ന് നല്ല സോഫ്റ്റായിട്ട് നല്ല തിളക്കത്തോടെ ഇരിക്കാൻ സഹായിക്കും. തണുപ്പ് കാലത്തൊക്കെ പ്രത്യേകിച്ച് ആ സ്കിന്നിൻ്റെ ഡ്രൈനെസ് ഒന്ന് മാറി കിട്ടുന്നതിന് ഇതുപോലെ വെളിച്ചെണ്ണ തേക്കുന്നത് നല്ലതാണ്. അതുപോലെ ചൊറിച്ചിൽ, അണുബാധ അങ്ങനെയുള്ള ഒന്നും നമ്മുടെ സ്കിന്നിനെ ബാധിക്കാതിരിക്കാൻ ചെറിയ നനവോടുകൂടി കുളിച്ച് കഴിഞ്ഞ് ഒരു ചെറിയ നനവോടുകൂടി വെളിച്ചെണ്ണ തേച്ച് കൊടുക്കുന്നത് എനിക്ക് നല്ലതാണ്. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ റോസ് വാട്ടർ, ആൻറ്റി ഇൻഫ്ലമൻ്ററി പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുള്ള റോസ് വാട്ടർ ഒരുപാട് ചർമ്മ പ്രശ്നങ്ങൾക്ക് നല്ലതാണ്. നമ്മൾ റോസ് വാട്ടറിൻ്റെയും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചർമ്മ സംരക്ഷണത്തിന് ഒരുപാട് നല്ല ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള സാധനങ്ങളെല്ലാം തന്നെയാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ സ്ക്രബായിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ നാരങ്ങാനീരും കൂടി ചേർക്കുന്നവർക്കാണെങ്കിലും വിറ്റാമിൻ സി അധികമായിട്ട് അടങ്ങിയിട്ടുള്ള നല്ല ഒരു സ്കിൻ വൈറ്റനിങ് ഏജൻ്റാണ് നാരങ്ങ. അപ്പോൾ അതും കൂടി ചേർക്കുന്നതിലും തെറ്റില്ല. ഇതേപോലെ ഒരു 5 മിനിറ്റെങ്കിലും ഇതുപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നോർമൽ വെള്ളം, സാധാരണ പച്ചവെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത് കഴുകിക്കളയാം. ഞാൻ ഇവിടെ കൂടെ തന്നെ കാണിച്ചു തരാം. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ട് ഇപ്പം തന്നെ കഴുകുമ്പോൾ ആ റിസൾട്ട് കണ്ടോണം. ഞാൻ എൻ്റെ കയ്യിൽ തന്നെയാണ് ഇത് ചെയ്യുന്നത്. വലത് കൈ കൊണ്ട് തേച്ച് കൊടുക്കുന്നു, ഇടത് കൈയിലാണ് നമ്മളിത് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും 2 കൈയും തമ്മിലുള്ള, ആദ്യം 2 കൈയും ഒരുപോലെ ആയിരുന്നു, ഇപ്പം 2 കൈയും തമ്മിലുള്ള കളർ വ്യത്യാസം നോക്കിക്കേ, എന്തുമാത്രം കളർ വ്യത്യാസം ഉണ്ടെന്ന്. ഇനി ഞാൻ വീഡിയോ ഓഫ് ചെയ്തിട്ട് വേണം എനിക്ക് ഈ കൈയും കൂടി ഇതുപോലെ ആക്കിയെടുക്കുക, അല്ലെങ്കിൽ ഇന്ന് എൻ്റെ 2 കൈയും രണ്ടായിട്ടിരിക്കും. അപ്പോൾ ഒരു പാർട്ടിക്കോ ഒരു ഫംഗ്ഷനോ ഒക്കെ പോകുന്നതിന് മുമ്പ് നമുക്ക് വേണ്ടി ഒരു വെറും 10 മിനിറ്റ് ചിലവാക്കിയാൽ നമ്മുടെ മുഖം പോലെ തന്നെ, അതിഞ്ഞ് കറുത്തിട്ടായാലും വെളുത്തിട്ടായാലും നമ്മുടെ മുഖം പോലെ തന്നെ നമ്മുടെ കൈകളും വളയൊക്കെ ഇടുമ്പോൾ നല്ല ഭംഗിയായിട്ടുള്ള കൈകളും കിട്ടാനായിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുമല്ലോ അല്ലേ? അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ വേണം. വിലയേറിയ അഭിപ്രായങ്ങളും ഞാൻ പ്രതീക്ഷിക്കുന്നു. പുതിയതായി ആരെങ്കിലും ചാനൽ എത്തിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും വേണം. അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്കുടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.